നായനാർ പറയുന്ന പോലെയാണ്. അതിൻ്റെ പേര് കുന്നാംകുളത്താണ്. മനസ്സിലായോ? മീഡിയ വണ്ണിന് അതിൻ്റെ പേര് കുന്നാംകുളത്താണെന്നും പണ്ട് നായനാർ പറഞ്ഞിട്ടുണ്ട്. ആ കുന്നാംകുളം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ എന്തിനാണ് ഇത്ര സ്ഥിതി പിടിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിലപാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പം മുതിരുന്നുണ്ട കാര്യം കോടതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പ്രവേശന പ്രശ്നം വേണമെന്നും വേണ്ടെന്നും തീരുമാനിച്ചത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടാണ് ഇവിടെ എല്ലാ കാര്യവും ഗവൺമെൻറ് എടുക്കുക. പിന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താണെന്ന് അത് വേറെ കാര്യം. ഗവൺമെൻറ് എടുക്കുന്നതും പാർട്ടി എടുക്കുന്ന നിലപാടും ഒന്നായിക്കൊള്ളുന്നില്ലല്ലോ. ഗവൺമെന്റിന്റെ നിലപാടുണ്ടാവും. ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾക്ക് പ്രതിസന്ധി തോന്നിയിരിക്കും. നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതാണ് മീഡിയ വൺ ഉൾപ്പെടെ. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് പറഞ്ഞത് നേരത്തെ. ഇല്ല എന്ന് പാർട്ടിക്ക് അത് പണം വെയിറ്റിംഗിൽ. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല മീഡിയ വണ്ണിന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടും അതേപോലെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യാണെന്നുള്ള തെറ്റിദ്ധാരണയാണല്ലോ ഉള്ളത്. അതുകൊണ്ടല്ലേ ഇപ്പം ഹെഡിങ് ആകാൻ നിങ്ങൾക്ക് തോന്നിയേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ. എന്താ അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത് ഞാനിത്. എന്നാൽ ഒന്നും കൂടി പറയാം. അതായത് CPIM എടുക്കുന്ന എല്ലാ കാര്യവും, ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ എടുക്കുന്ന മുഴുവൻ കാര്യവും അതേപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ ബൂർഷ്വാ സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഭരണകൂട വ്യവസ്ഥയാണല്ലോ. ഭരണകൂടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെ ഭരണകൂടമാണ്. അതിൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്ന് EMS പണ്ട് 57 തന്നെ പറഞ്ഞത്. ആ പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെടുത്ത ഇടതുപക്ഷ നിലപാടുകൾ, രാഷ്ട്രീയമായ സമീപനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ് എന്ന് കരുതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് EMS ആണ്. നേരെ മറിച്ച് അവസരങ്ങളുണ്ട്. അവസരങ്ങളെന്ന ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ ചെയ്യാം. അതാണല്ലോ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി വന്ന് ജന്മിത്വം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഈ ഇടതുപക്ഷ ബദൽ മുന്നോട്ടേക്ക് വെക്കുന്നത്, അതൊക്കെ അവസരമാണ്. ഈ അവസരം ഉപയോഗിക്കുക, പരിമിതി എന്താണെന്ന് മനസ്സിലാക്കുക. ആ പരിമിതിയാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ CPIM മുന്നോട്ടേക്ക് വെക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിക്കാൻ പാടില്ല. അതിനിപ്പോൾ വ്യക്തമായില്ലേ? മതി. ഏത്? ഞങ്ങൾ ഒരു പ്രതിസന്ധി ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. പോരെ? നല്ല പിന്നെ ഏതാന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഒരു വകുപ്പുമായിട്ടും യാതൊരു പ്രതിസന്ധിയും ഇല്ല. ഞങ്ങൾക്ക് ഈ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകേണ്ട കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.